ഓംകാരമാത്ര ശരണം ഭുവനൈകനാഥം വേദാന്ത നടക്കാങ്ങോട്ട് പറയുന്നു കേക്കങ്ങോട്ട് നടക്ക ഗംഗേ അവിടെ 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 നിൽക്ക മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല. അതിനെങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരുന്നല്ലേ? ഞാൻ പുറത്തു പോട്ടെ, വെയിലത്ത് കാണിച്ചിട്ട് വേണപ്പാ. വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് നേരായി. മോളെ വേഗം ഒരുങ്ങ, ആ പൊട്ടിങ്ങെടുത്തേ. കൃഷ്ണനെ കാണുന്നില്ലല്ലോ, കാലത്തെ വരാൻ പറഞ്ഞതാ. പണിയൊന്നും ഇല്ലെങ്കിൽ ഉച്ച വരെ കിടന്നുറങ്ങിക്കോളും പോത്ത്. ഈ ഉടുപ്പ് മതിയോ? പിന്നെ ഇത് മതി. ഇപ്പം ഇടുക്കിയായല്ലോ ശ്രീകുട്ടി. ഇനി ഒരു പൊട്ടും കൂടി വെച്ചാൽ എനിക്ക് വേണം. നിനക്ക് ഞാൻ വേറെ തരാം. എനിക്ക് വേണം. മോള് ഇഷ്ടമുള്ള കേട്ടോ. എനിക്ക് വേണ്ട. പെണങ്ങല്ലേ മോളെ, അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പെണങ്ങണ്ട കേട്ടോ. നീ ഒരു പൊട്ടെടുത്തോ. ദാ ദാ എടുത്തോ. ശിവ, ആ ശിവ, ഞാൻ റെഡി. എത്ര നേരായടാ കൃഷ്ണ, വെള്ളാട്ടപ്പ തുടങ്ങവിടെ. എടാ, അച്ഛന് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടില്ല, എനിക്ക് വരാൻ പറ്റൂ. ശരി, ഞാൻ വാതിൽ പൂട്ടിട്ട് വരാം. തുമ്പിക്കുട്ടി, നിക്ക നിക്ക. എന്താ ഇത് എവിടെ വെച്ചിരിക്കണേ? നിക്ക പോരാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നെ ഞാന് അന്നെ ഇന്ന് ഞാൻ കാണിച്ചുതരാം. എന്താ 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 മനസ്സിലാക്കിയത്? വേണ്ട, എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ ഒരു കളി ഞാനും കളിക്കും. അയ്യേ, പൂതി മനസ്സിലിരിക്കട്ടെ മോനെ. കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളാട്ടിന് അന്ന് നാമിട്ട് പൊട്ടിയിട്ട് ഭയങ്കര
പറഞ്ഞ കേക്കണം. വേണ്ട. വികൃതി കാണിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്? എന്തായി കാണിക്കുന്നത്? എനിക്ക് പൂത്താലിപ്പൂ അതൊന്നും വേണ്ട. വേണം വേണം വേണം. അല്ല ശിവൻകുട്ടി, ഗംഗയ്ക്ക് കുറച്ച് പൂ വാങ്ങിച്ചു കൊടുത്തൂടെ? ഒരു ലോഡ് പൂവിന് തമിഴ്നാട്ടിലേക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടേ. എന്താ കൊണ്ടുവന്ന കുറച്ച് വീട്ടിലേക്ക് കൊടുത്തയക്കണോ? നമുക്ക് പോവാം. വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട കൃഷ്ണ കൃഷ്ണ എനിക്ക് പറിച്ചു താ. നോക്കിയിറങ്ങ കൃഷ്ണ. നീ എവിടെ? ഇതല്ലേ ഈ പൂവല്ലേ? എന്നെ കളിപ്പിക്കാൻ നോക്കിയാ ഞാൻ ആരും വിടൂല. കൊടുക്കും ഞാൻ എല്ലാത്തിനും നന്നായിട്ട്. ആരോടെ ഇവരൊക്കെ കളിക്കണത്? എല്ലാത്തിനും ഞാൻ എന്ന് കാണിച്ചു കൊടുക്കാം ഞാന്. എന്താ? നിങ്ങളുടെ മോള് ഗംഗയും ശിവൻകുട്ടിയും വരുന്നുണ്ട്. പാവം ശിവന്റെ ഒരു ഗതികേടേ. അതെ, രണ്ടു കുട്ടികൾ നോക്കേണ്ട അവസ്ഥയാ ശിവന്. ആ ഒക്കെ തലവിധിയാ. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ ആയല്ലോ. ഓനെന്താ ശ്രീധന വാങ്ങിട്ടല്ലോ കെട്ടിയത്? തങ്കമണി പോലത്തെ കുഞ്ഞ എന്റെ മോള്. ഇവനാ കൈവശം കൊടുത്തോളം ഭ്രാന്തി ആക്കിയത്. അവന് പോയിക്കട്ടെ. അതൊന്നും അല്ല. എത്ര സ്നേഹത്തോടെയാ ശിവൻ ഗംഗയെ നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെ ത്യാഗം ചെയ്യില്ല. അതെ, മറ്റുള്ളവര് കാണാൻ വേണ്ടിയാ. ഭ്രാന്തി ഭ്രാന്തിന്ന് വിളിച്ച് രാത്രി മുഴുവൻ തല്ലി ചതയ്ക്ക. ഒരു ദിവസേ ഓലക്കെടുത്ത് തലക്കിട്ട് കൊടുക്കും ഞാൻ. മനസ്സിലാക്കിക്കോ. ഇതിന് തലക്ക് വട്ടാ. വട്ട് തന്നെയാ. നിങ്ങൾക്ക് പറ്റാതല്ലേ? നിന്റെ മറ്റോനാണ്. നല്ല പോലെ മോളെടുത്തോ. എടുത്തോ, പിടിച്ചോ പിടിച്ചോ. ഗംഗമോളെ, അമ്മേ അമ്മ എന്താ ടോർച്ച് ഇല്ലാതെ ഇരുട്ടത്ത് നടന്നു പോന്നെ? എന്റെ ദൈവത്താരീശ്വര, എന്റെ മോളെ ഇവളെങ്ങനെ ആക്കിയത് നീ വർത്തനാടാ. അമ്മ അമ്പലത്തിൽ വരണ്ട, ഇന്ന് കുളിച്ചില്ലല്ലോ. ഞാനോ? ഞാനിന്ന് നേരം വെളുത്ത് 4 പ്രാവശ്യം കുളിച്ചത്. കുളിച്ചില്ല. ശ്രീകുട്ടി പറയാ അമ്മ ഭദ്രകാളിയാന്ന്. തന്നെയോ? എടാ ശിവ, നീയാണ് ഈ കുട്ടീനെയും കൂടെ ചീത്തയാക്കിയത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എടാ ശിവ, നീ നിന്റെ മോളെ കൊണ്ട് എന്നെ ഭദ്രകാളിന്ന് വിളിപ്പിക്കല്ലേ? എടാ നിന്റെ അമ്മായിയമ്മയുടെ ഭദ്രകാളി. അച്ഛന്റെ അമ്മായിയമ്മയല്ലേ നിങ്ങള്? ആണോ? അച്ഛാ, അമ്മയുടെ സൂക്കേട് മാറില്ലേ? എല്ലാരും പറയണം മാറില്ലാന്ന്. മാറും മോളെ. അതിനല്ലേ നമ്മൾ അമ്പലത്തിൽ പോണേ. മോള് പ്രാർത്ഥിച്ചാ മതി, അമ്മയുടെ സൂക്കേട് മാറും. നല്ല അമ്മയായി മോളെ നോക്ക് ചെയ്യട്ടോ. ഇതൊക്കെ നോക്കി നിൽക്കാ, നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഇങ്ങോട്ട് വാ. ഏയ്, ആനയുടെ അടുത്താ കളിക്കുന്നു. ഞാൻ കേട്ടെ. ഒന്നും വേണ്ട. നല്ല തിരക്കാണ്. തിരക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് എന്താ ഇത് കാണിക്കുന്നത്? ശരി വിട്ടു. കാര്യങ്ങള് നീ മിണ്ടണ്ട എന്നോട്. ഏത് വാങ്ങണത്? അതെടുത്തു കൊടുക്ക. കാണുന്നൊക്കെ വേണം. ഒന്ന് സീക്കിട്ട് കൊടുക്ക. മോക്കച്ചൻ വേറെ വാങ്ങിച്ച ഒന്ന് ഇവൾക്ക് കൊടുക്ക.
കൊടുത്തേക്ക് പാവല്ലേ. മോളെ കാണുന്നൊക്കെ കൂടി എടുക്കല്ലേ. മോളെ നിനക്ക് വേണോ ഒന്ന് വാങ്ങിച്ചാ പോലെ അമ്മ തരും. എന്താ ആവശ്യമില്ലാതെ കുറെ സാധനങ്ങൾ വാങ്ങിച്ച് കാശ് കളഞ്ഞ്. ആ ചെരുപ്പ് വാങ്ങാനാണെങ്കിലേ നമുക്ക് ഇവിടുന്ന് വാങ്ങട്ടോ. വാങ്ങിക്കും ചെരുപ്പ് അമ്മ ആദ്യം വാങ്ങട്ടെ. അതല്ല വാങ്ങിക്കോക്ക്. നിനക്കൊന്നും വേണ്ട. വാങ്ങിത്തരാൻ അച്ഛൻ പറഞ്ഞു. എത്രയായി? എന്താ കടന്നു വരൂ 2 മണിക്കൂർ ശിശുവിന്റെ ഗംഗയുടെ ആഗ്രഹം എടുത്തു കൊടുക്കാടാ. വരൂ നടന്നോളൂ ഇരിക്കൂ അതെങ്കിലും തുടരുത്. നിൽക്കൂ കുറച്ചുകൂടെ അടുത്ത് നിൽക്കും. ഇതൊക്കെ എടുത്താ അതും കൂടി ഉരുത്താ കഴുത്തിരുത്തി. എല്ലാവരും ഭംഗിയുണ്ടാവുള്ളൂ. കുറച്ചുകൂടെ അങ്ങോട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ക്യാമറയിലേക്ക് നോക്കേ. ഇവിടെ നോക്ക് ക്യാമറയിൽ നോക്കൂ. സ്റ്റഡി അങ്ങനെ നിൽക്ക്. റെഡി സ്റ്റഡി പ്ലീസ്. സ്മൈൽ. താങ്ക് യു. ഒന്നൂടെ എന്റെ തനിച്ച് കൃഷ്ണ ഗംഗയുടെ ആഗ്രഹമല്ലേ. ഒന്ന് തനിച്ച് ഫോട്ടോ എടുത്തേ. ശരി ഓക്കെ. മോളുണ്ടോ? നീ പോ. മോളെ എന്താ നീ കാണിക്കണല്ലേ? സാരില്ലാന്ന്. നേരെ സ്റ്റഡി പ്ലീസ്. ഇങ്ങോട്ട് നോക്കൂ. നേരെ ക്യാമറയിലേക്ക് നോക്കൂ. തല ഇങ്ങോട്ട് തിരിച്ചോളൂ. ഫേസ് ശരിക്കും നോക്കണേ. അന്നേരം ചിരിക്കൂ. ചിരിച്ചോളൂ. നേരെ നോക്കൂ. ഗംഗേ റെഡി ചിരിക്കണേ. താങ്ക് യു. അതിന്റെ അപ്പുറത്ത് കണ്ട കൃഷ്ണ, ദൈവം സഹായിച്ച് ഇവളുടെ അസുഖം ഒന്ന് മാറി കിട്ടിയ സമാധാനമായിരുന്നു. മോളെ നടന്നതായാലും നീയല്ലേ അമ്മ ശ്രദ്ധിക്കേണ്ടത്. അതിനെ പോയി നോക്കാം. കടക്കകത്തോട്ട് പോയിട്ടുണ്ടാവും. ഗംഗേ 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 ഇനി അമ്പലത്തിന്റെ ഉള്ളോട്ടുണ്ടാവും. ഞാൻ ഈ വഴിക്ക് നോക്കാം. നീ അങ്ങോട്ട് നോക്കാം. ഗംഗേ 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 എന്തെന്താ കാണിക്കുന്നത്? അത് മാറി നിൽക്കൂ.
മാറിയിരിക്കാൻ പറഞ്ഞവർക്ക് മാറിയിരിക്കാൻ പറയാം കുട്ടി ഒന്ന് മാറിയിരിക്കാൻ ഗംഗേ എവിടെ അന്വേഷിച്ചു നിന്നെ ഇങ്ങോട്ട് വാ അവിടെ ഇരുന്ന ആപത്താണ് ഞാൻ വരില്ല അത് പൊട്ടും ഗംഗ ഇങ്ങോട്ട് വാ ഞാൻ വരില്ല ഇതെല്ലാം കത്തിച്ച് കാണിച്ചു തരാൻ പറ അയ്യോ അത് രാത്രി കത്തിക്കാളാണ് പകല് കത്തിക്കാളല്ല നീ ആദ്യം ഇങ്ങോട്ട് വാ ഗംഗേ വരാൻ പറ്റില്ല എനിക്ക് ഇപ്പൊ കാണണം അമ്മേ വേണ്ടമ്മേ പോവാ രാത്രി വന്ന് കാണാം നീ പൊടി ശിവ വാ വേഗം പോ കിടക്ക് ഗംഗേ ഇല്ല കിടക്കില്ല നമുക്ക് അമ്പലത്തിൽ ഉത്സവത്തിന് പോവാ അമ്പലത്തിൽ രാവിലെ പോയതല്ലേ എന്നെ പൂക്കുറ്റി കത്തിക്കുന്ന കാണിക്കാത്ത എന്താ എനിക്കിപ്പൊ കാണണം നമുക്ക് നാളെ കാണാം വേണ്ട ഇപ്പൊ കാണണം ആ ശിവ എന്നെ കൊണ്ടുപോടാ ശ്രീകുട്ടി ശ്രീകുട്ടി നീ വരുന്നോ നമുക്ക് പോവാ ശിവനെ കൊണ്ടുപോണ്ട പോവാ ഞാനില്ല ഇല്ലേ വീട് ഗംഗ എന്താ ഇത് ചാട്ടിയെ കാണിക്ക മോളുടെ കയ്യിൽ നിന്ന് വിട് അവൾക്ക് വേദനിക്കില്ലേ വിട് നിന്നെ കാണണ്ടേ എനിക്ക് പോട്ടെ മോള് കരയാതെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ കണ്ടില്ലേ ഗംഗ മോള് കരയണേ മോള് ശ്രീകുട്ടി എന്തിനാ കരയണ അച്ഛൻ തല്ലിയോ സാരില്ല നമുക്ക് അച്ഛനെ തല്ല കേട്ടോ കുട്ടീനെ കരയിപ്പിക്ക കരണ്ട കേട്ടോ നമുക്ക് ഉത്സവത്തിന് പോവാം ആനയെ കണ്ടില്ലേ ഉമ്പോ കുട്ടിയാന ജീവ ഞങ്ങളെ കൊണ്ടുപോയി വിട് കരണ്ട കേട്ടോ ചെരുപ്പ് എന്റെ പുതിയ ചെരുപ്പ് നീ എടുത്തോ ശിവന് കൊടുക്കണ്ട എന്താ ഗംഗ ഇത് ഈ കിടക്ക് മോക്ക് ഉറക്കം മരുന്ന് കണ്ടില്ലേ നേരെ എത്രയെന്നാ അമ്മ ഉറക്കി തരാം മോൾ ഉറങ്ങിക്കോ മോളുറങ്ങി നമുക്ക് പോവാല്ലേ ആ നീ ഉറങ്ങ ഉറങ്ങടി ഞങ്ങക്ക് പൂക്കുറ്റി കത്തിക്കുന്ന കാണാൻ പോണോ ഉറങ്ങ ഓടല്ലേ ഗംഗ വീഴും അവിടെ നിൽക്കാൻ കണ്ട അയ്യോ പോയി നമുക്ക് അങ്ങോട്ട് പോവാ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് എല്ലാം തീരും ഇവിടുന്ന് കാണാം പുറത്ത് നല്ല മഞ്ഞുണ്ട് നമുക്ക് അകത്തേക്ക് പോവാം കുറച്ചുകൂടി കാണട്ടെ നാളെ കാലത്ത് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി ഗംഗയുടെ പേരിലും ശ്രീകുട്ടിയുടെ പേരിലും വഴിപാട് കഴിക്കണം എന്താ മോക്കും ശിവനും വേണ്ടി മാത്രം നേർന്നാ മതി ഞാൻ ഭ്രാന്തിയല്ലേ
വാ